ഘടകകക്ഷികളുടെ എതിർപ്പ് മറികടന്ന് ബ്രൂവറിയുമായി സർക്കാർ മുന്നോട്ട്. വിഷയത്തിൽ ആർജെഡിയും സിപിഐയും ഇടതുമുന്നണി യോഗത്തിൽ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തി. എന്നാൽ ഇക്കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുത്തെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ വ്യക്തമാക്കി. ആക്ഷേപങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി. ഡാൻ കുര്യൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ഡാൻ, ബ്രൂവറിയിൽ ഉടക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ് സിപിഐ, പക്ഷേ അതൊന്നും കാര്യമല്ല, വിഷയവുമായി മുന്നോട്ട് പോകും, ബ്രൂവറിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെ സർക്കാർ ഉറപ്പിച്ചു, അല്ലെ? തീർച്ചയായിട്ടും മുന്നണിയിലും വിപുലമായ വൻകിട മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് LDF യോഗത്തിൽ മുൻപിൽ നൽകിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ സിപിഐയും ഇന്ത്യയിലും ഒരുപാട് എതിർവാദങ്ങൾ ഉന്നയിച്ചിട്ടും മന്ത്രിസഭ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് തരണം മുഖ്യമന്ത്രിയുടെ ശക്തമായ നിലപാടാണ് ചർച്ചയുടെ തന്നെ. ബ്രൂവറിയുമായി മുന്നോട്ട് പോകും എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് സർക്കാർ. നമ്മൾ ഇതിനു മുൻപ് കണ്ടതാണ്, വലിയ തരത്തിൽ എതിർപ്പ് അറിയിച്ചിരുന്നു സിപിഐ പാലക്കാട്. പക്ഷെ അതൊന്നും വിഷയമല്ല, സർക്കാർ തീരുമാനമെടുത്തു കഴിഞ്ഞു എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഇനി ഘടകകക്ഷികളുടെ എതിർപ്പിലൊന്നും കാര്യമില്ല. എന്തായാലും ബ്രൂവറിയുമായി സർക്കാർ മുന്നോട്ട് തന്നെ. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ടായിരുന്നു, തുടരാം. അതായത് 3 മണിക്കൂറിലേറെ നീണ്ട ചർച്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് MN സ്മാരകത്തിൽ നടന്നത്. ആർജെഡിയും അതോടൊപ്പം തന്നെ സിപിഐയും ശക്തമായ എതിർപ്പ് അറിയിച്ചിട്ടും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ, അതായത് മന്ത്രിസഭാ യോഗത്തിൽ ഈ ബ്രൂവറി വിഷയത്തിലെടുത്ത അനുകൂല നിലപാട് അത് അങ്ങനെ തന്നെ തുടരും എന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിന്നു. അതാണ് ഈ ചർച്ചയിൽ നിർണായകമായി മാറിയത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് കുടിവെള്ളം, കൃഷിക്ക് ആവശ്യമായ വെള്ളം എന്നിവയ്ക്ക് ക്ഷാമം നേരിടുമെന്നതായിരുന്നു ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള CPI നേതാക്കളുടെ എതിർപ്പ്. പക്ഷേ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പദ്ധതി വേണ്ടെന്ന് വെക്കണമെന്നും ബിനോയ് വിശ്വം LDF യോഗത്തിൽ ആവശ്യപ്പെട്ടു. പക്ഷേ പദ്ധതിയുടെ സംരംഭകർ തന്നെ ഭൂപരിഷ്കരണ നിയമത്തിന്റെ ലംഘനം നടത്തുകയാണെന്ന് ചൂണ്ടിക്കാട്ടി ആർജെഡിയും എതിർപ്പുമായി രംഗത്ത് വന്നു. എന്നാൽ മന്ത്രിസഭ തീരുമാനിച്ച വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് സർക്കാരിന്റെ പ്രതിച്ഛായയെ തന്നെ ബാധിക്കുമെന്ന ഉറച്ച നിലപാടിലായിരുന്നു മുഖ്യമന്ത്രി. അവിടെ MV ഗോവിന്ദനും മുഖ്യമന്ത്രിയുടെ വാദത്തെ പിന്താങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതോടെയാണ് മുന്നണിയാകെ ഈ ഒരു തീരുമാനത്തിലേക്ക് ഐക്യകണ്ഠേന എത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ആക്ഷേപങ്ങളില്ലാതെ പദ്ധതി നടപ്പിലാക്കുമെന്നാണ് യോഗത്തിന് ശേഷം TP രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ LDF കൺവീനർ വ്യക്തമാക്കിയത്. ഡാൻ കുര്യനാണ് വിശദവിവരങ്ങൾ നൽകിയത്. നന്ദി.